ജന്മാദ്യസ്യേതോന്നയാതിതരതച്ചാർത്തേഷ്വവിജ്ഞസ്വരാട്ടത്തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഖ്യന്തിയത് സൂര്യ തേജോ വാരിമൃതാം മേധാവിനിമയോ എത്ര തിസർഗോ മുഷാദാംനാ സേന സദാ നിരസ്തഗുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും എല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ തൃതീയ സ്കന്ധം 14-ാമത്തെ അധ്യായം നമ്മൾ പറഞ്ഞു, വായിച്ചും കഴിഞ്ഞു. ഹിരണ്യാക്ഷൻ ആരായിരുന്നു? എന്തിനാണ് ഭൂമിയെ അവൻ വെള്ളത്തിൽ താഴ്ത്തി വെച്ചത്? ഇപ്രകാരമുള്ള വിതുരൻ്റെ ചോദ്യത്തിന് മൈത്രേയ മഹർഷി മറുപടി പറയുകയാണ് ചെയ്തത്. അതിൻ്റെ മറുപടി ഒരു തുടക്കം മാത്രമാണ് കഴിഞ്ഞ അധ്യായത്തിലുള്ളത്. ബാക്കി കഥ 15-ാം അധ്യായത്തിൽ തുടരുകയാണ്. എന്താ ഇതുവരെ പറഞ്ഞത്? ദിതി കശ്യപനോട് സന്ധ്യാസമയത്ത് സന്താന അഭ്യർത്ഥന നടത്തുകയും തന്നിമിത്തം അതിദുഷ്ടന്മാരായ 2 പുത്രന്മാർ ജനിക്കുകയും ചെയ്യും എന്നുള്ള ഒരു കർമ്മഫലം അനുഭവിക്കേണ്ടി വരികയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ടാണ് ഹിരണ്യാക്ഷൻ്റെയും ഹിരണ്യകശിപുവിൻ്റെയും ജനനം. അപ്പം അതിലത്തെ ഒരാളാണല്ലോ ഹിരണ്യാക്ഷൻ. ഇത്രയാണ് പറഞ്ഞു വെച്ചത്. അപ്പം അവിടെ ഈ അവസാനത്തെ 2-3 ശ്ലോകങ്ങളൊക്കെ പ്രഹ്ലാദൻ്റെ നന്മയെക്കുറിച്ചാണ് വിവരിക്കണം. അതെന്താ കാരണം വെച്ചാൽ ഹിരണ്യകശിപുവിൻ്റെ പുത്രനാണ് പ്രഹ്ലാദൻ. അപ്പം ദിതിയുടെ പുത്രൻ്റെ പുത്രനാണ്, പൗത്രനാണ് പ്രഹ്ലാദൻ. ചെയ്ത തെറ്റിൽ ദിതി പശ്ചാത്തപിച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളൊരു തെറ്റ് ചെയ്തു, ആ തെറ്റാണ് എന്ന് ആത്മാർത്ഥമായിട്ട് മനസ്സിൽ ഉൾക്കൊണ്ട് മേലിൽ ആവർത്തിക്കില്ല. ചെയ്തത് തെറ്റായി എന്ന് പശ്ചാത്തപിച്ചാൽ ആ തെറ്റിൻ്റെയും പാപത്തിൻ്റെയും ദോഷം അതിൽ കഴിഞ്ഞു എന്നാണ്. അതാണ് ഈ ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ ഈ കുംഭസാരം എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. അത് ചില കേസുകളിലൊക്കെ ഒരു ചടങ്ങ് പോലെയാണ് ആവണത്. അതുപോരാ, അങ്ങനെയായിട്ട് കാര്യമൊന്നുമില്ല. ആത്മാർത്ഥമായിട്ടാണ് ഈ കുംഭസാരത്തിൽ ഒരർത്ഥം ഉണ്ട് എന്നാണ്. നമ്മളിപ്പോൾ എല്ലാ മതത്തിൻ്റെയും നല്ലത് സ്വീകരിക്കാമല്ലോ, അതിനെന്താ വിരോധം? ഇത് മാത്രം ശരി, മറ്റൊക്കെ തെറ്റെന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ചെയ്ത തെറ്റിനെ ആത്മാർത്ഥമായിട്ടാണ് പശ്ചാത്താപം എങ്കിൽ അതിനല്ലേ കുംഭസാരം. നമ്മളിപ്പോൾ അതൊരു പ്രയോഗമായിട്ട് ഈ കുംഭസാരത്തും കൊണ്ട് ഇപ്പോൾ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കണം. കുംഭസാരം ഒരു നല്ല കാര്യം തന്നെയാണ്. ഇവിടെ അതല്ലേ സത്യത്തിൽ ദിതി ഉണ്ടായത്. കശ്യപൻ്റെ മുമ്പിൽ കുംഭസാരമാണ് ഉണ്ടായത്, വാക്കതല്ല പ്രയോഗിച്ചതെന്നേ ഉള്ളൂ. പക്ഷേ ആ ഹിരണ്യകശിപുവിൻ്റെയും ഹിരണ്യാക്ഷൻ്റെയും ദുഷ്ടത്തരങ്ങൾ വർണ്ണിക്കണതിന് പകരം കണ്ടോ, ദുഷ്ടത്തരങ്ങൾ വർണ്ണിക്കുന്നതിന് പകരം കശ്യപ മഹർഷി ദിതിയോട് പ്രഹ്ലാദൻ്റെ ഗുണങ്ങളാണ് വർണ്ണിച്ചത്. അപ്പോൾ സജ്ജനങ്ങൾക്ക് ദുഷ്ടന്മാരെ ചിന്തിക്കാനും ദുഷ്ടന്മാരുടെ ദുഷ്ടതകൾ പറയുന്നതിനേക്കാൾ ഇഷ്ടം നല്ലവരെ ചിന്തിക്കാനും നല്ലവരുടെ ഗുണങ്ങൾ പറയാനും കാണാനുമാണ്. ദുർജനങ്ങൾ ക്ഷീരമുള്ളോരകിടിൻ ചുകട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. ചീത്ത ആൾക്കാർക്ക് എവിടെ നന്മയുണ്ടെങ്കിൽ അതിലും ദോഷം കാണുന്നവർ. സജ്ജനങ്ങളോ നേരെ വിപരീതം. എത്ര വിഷമുണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ വല്ല നന്മയുണ്ടോ എന്ന് കാണും. ഈ ഹംസങ്ങൾ അങ്ങനെയാണെന്നാണ്. ഈ പാലും വെള്ളവും ചേർത്ത് കൊടുത്താൽ പാല് മാത്രം എടുക്കാനുള്ളൊരു പ്രവണത കഴിവുണ്ടെന്ന് സാഹിത്യത്തിൽ എന്തൊക്കെ പറയണു. വെദർ ഇറ്റ് ഈസ് ട്രൂ ഓർ നോട്ട്, ഇംഗ്ലീഷിൽ അല്ലാണ്ട് എവിടെ അതിൽ പറയുന്ന ആ ഒരു തത്വമാണ് നമ്മൾ എടുക്കേണ്ടത്. പലതും അതുണ്ടായ പോലെ ഉണ്ടായിട്ടല്ല. ഈ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം കാര്യങ്ങളാണ് എന്നാണ് ഞങ്ങളുടെ പോലുള്ളവരുടെയൊക്കെ അഭിപ്രായം. കഥ അങ്ങനെ പറഞ്ഞു കേട്ടു. അപ്പോൾ ഈ സജ്ജനങ്ങൾ എപ്പോഴും നന്മയിലാണ് അവരുടെ കണ്ണ് പോവുള്ളൂ, ചീത്തയിലേക്ക് പോവില്ല. എന്ത് ഈ നെല്ല് മുഴുവൻ പതിരാണല്ലോ എന്ന് പറഞ്ഞാലും ഇടയിൽ ഒരു നല്ല കതിരുണ്ടല്ലോ എന്ന് പറയും, ഇല്ലേ? വേറെ ചിലരോ
അതിരുണ്ട് കേട്ടോ കുറേശ്ശേക്കാ. നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്, നല്ല വിളവാണേ. പക്ഷെ ഒരു പതിരുണ്ടെന്ന് കണ്ടു. പതിരും കുറേശ്ശൊക്കെ കാണാനുണ്ട് കേട്ടോ. എന്തിനാ അത് കാണാൻ പോകണം? അത് കണ്ടിട്ട് എന്താ കാര്യം? അപ്പോൾ ആ ഒരു തത്വം നമുക്കിവിടെ നോക്കിയാൽ കാണാം. കശ്യപൻ ദിതിയെ സമാധാനം. ഇനി അടുത്ത രംഗം. ഈ കാര്യങ്ങൾക്കെല്ലാം അടിസ്ഥാന കാരണം വേറെ ഉണ്ടാവും. ഇതിലിപ്പോൾ നമ്മൾ സതിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളടത്തേക്കാണ് വരുന്നത്. എന്താ കാരണം? ഈ ഹിരണ്യാക്ഷൻ്റെയും ഹിരണ്യകശിപുവിൻ്റെയും ജനനം കശ്യപനോ ദിതിയോ നിശ്ചയിച്ചതല്ല. ബർത്ത് ബൈ ചോയ്സാണ്. ആരുടെ? ഭഗവാന്റെ ചോയ്സ്. ഇവരിപ്പോൾ ദുഷ്ടന്മാരായി ജനിക്കണം എന്നത് ഭഗവാന്റെ നിശ്ചയമാണ്. അതിനെന്താ കാരണം എന്നാണ് കാരണം പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തെ കാരണം ഹിരണ്യാക്ഷൻ ഇങ്ങനെ സന്ധ്യാസമയത്ത് ജനിക്കാനുള്ള കാരണം ദിതി കശ്യപനോട് അഭ്യർത്ഥിച്ചതാണ്. അതിനെന്താ കാരണം? കാരണം എന്ന് പറയും അല്ലേ? കാരണത്തിൻ്റെയൊരു കാരണം ഉണ്ടാവണം. അതാണ് അടുത്തത്. മൈത്രേയ ഉവാച പ്രാജാപത്യന്തു തത്തേജ പരതേജോഹനം ദിതി ദധാരവർഷാണി ശതം ശങ്കമാനാസുരാർത്തനാത്. കശ്യപർഷി സന്ധ്യയ്ക്ക് ആധാനം ചെയ്ത വീര്യം ഗർഭത്തിൽ 100 വർഷം ധരിച്ചു എന്നാണ് കഥയാണ് കേട്ടോ. കഥയാവുമ്പോൾ ഇതിൽ പല കടിക്കായ്മകളുണ്ടാവും. ഒക്കെ കഥയ്ക്ക് അലൗഡാണ്. ഈ ഗർഭത്തിൽ എത്രത്തോളം ഇരുന്നു അത്രത്തോളം ആവും ദുഷ്ടത്തരം എന്നൊരു പറച്ചിലുണ്ട്. പണ്ടത്തെ ഒരു പറയലാണ്. വരാൻ താമസമായ നല്ല ഒരു സ്വഭാവമല്ല വിചാരിച്ചിട്ട് 8ാം മാസത്തിൽ പ്രസവിച്ചാലോ അത് നന്നല്ല. കാരണം എല്ലാറ്റിനും ധൃതി. എന്താ എന്നെ 8ാം മാസത്തിലാണ് പ്രസവിച്ചാൽ ചോദിക്കില്ലേ? നോർമൽ സമയത്തായിരിക്കണം എല്ലാം അതിൻ്റെ സോൺ ടൈം എന്ന് പറയും. ഇത് കുറച്ച് 100 വർഷം കുറേ താമസിച്ചു എന്നർത്ഥം എടുക്കണ്ടു. ദദാര വർഷാണി ശതം വർഷാണി തേജ ദദാര. എന്തിനെ ധരിച്ചത്? തേജസ്സിനെ. എന്താ പറയുക? കാരണം കശ്യപ മഹർഷിയുടെ വീര്യമാണ്. അപ്പോൾ തപസ്സിയുടെ വീര്യം എപ്പോഴും ഒരു തേജസ് തന്നെ ആയിരിക്കും. ശങ്കമാന ദുരാർദനാത്. വളരെയധികം സുരന്മാരുടെ പീഡനത്തിൽ നിന്ന് ശങ്കിക്കുന്നവളായിട്ട് ദേവന്മാർ ഉപദ്രവിക്കുമോ എന്നൊരു ഭയം ഉണ്ടായി. കാരണം ഈ ദുഷ്ടത്തരുണ്ടായ ദേവന്മാർ കണ്ടിരിക്കില്ല. ഇന്ദ്രനൊക്കെ എത്ര അസുരന്മാരെ വധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഉണ്ടാവാൻ പോകുന്നത് അസുരന്മാരാണെന്നാണല്ലോ സൂചന. നല്ല പ്രജയല്ല. അപ്പോൾ ദേവന്മാർ ശത്രുക്കളായിട്ട് വീണ്ടും മാറുമോ? ശങ്കമാന എന്ന് ശങ്കിച്ച് ദിതി അത്ര സന്തോഷത്തോടു കൂടിയല്ല കഴിഞ്ഞത്. ലോകേ തേന ഹതാ ലോകേ ലോകപാലാഹതോജസ. ഇതൊക്കെ എന്താ വെച്ചാൽ ഈ ദീർഘങ്ങൾ ലോ എന്നുള്ള പ്രയോഗം, കെ എന്ന പ്രയോഗം 3 പറഞ്ഞു. ഇപ്പം ദീർഘം ഓ എന്നത്, ആ എന്നത്, എ എന്നത്, കെ. ഇങ്ങനെ വായിക്കുമ്പോൾ എപ്പോഴും പറഞ്ഞത് മാത്രമേ ഉള്ളൂ, ശ്രദ്ധിക്കണത് നല്ലതാണ്. കെ എന്നാണോ കോ എന്നാണോ കാ എന്നാണോ തെറ്റ് പറ്റാറുണ്ട്. ലോക ഏതകഥയിൽ വായിക്കാറുണ്ട്, ഹതേ ലോകയെന്നും വായിക്കാറുണ്ട്. അപ്പോൾ എപ്പോഴും ആ പുള്ളി എവിടെയാണ്? ദീർഘമാണോ എ എന്നാണോ ഇപ്പുറത്ത് ഇതുണ്ടോ നോക്കിയിട്ട് എപ്പോഴും വായിക്കുന്നത് തെറ്റ് കുറയ്ക്കും. ലോകേ തേന ഹതാ ലോകേ പറഞ്ഞു തരുന്നത് അതുകൊണ്ടാണ്. ലോകേ തേന കഥാ ലോകേ, രണ്ടും ലോകയാണ്. ലോകപാലാഹതോജസ തേന ആ ഗർഭത്താൽ, ലോകേ ലോകം, ഹതാ ലോകേ ഹനിക്കപ്പെട്ട പ്രകാശത്തോടു കൂടിയായി. ഹനിക്കപ്പെട്ട പ്രകാശം ഇല്ലാണ്ട് അങ്ങനെ മങ്ങ. ഈ ഇരുട്ടെപ്പോഴും ഒരു എന്താ പറയുക അശുഭ സൂചകമാണ്. ആണ് വീട്ടിൽ രാത്രിയായ ലൈറ്റൊക്കെ ഇടണം എന്നാണ്. പകലിടണമെന്നില്ല, രാത്രി വെളിച്ചം ഉണ്ടാവണം. ഉമ്മർത്ത് വെളിച്ചം വേണം നമ്മൾ പറയാറുണ്ട്. ഉമ്മർത്ത ലൈറ്റ് ഇട്ടോളൂ കേട്ടോ. എന്താ കാണുമ്പോൾ ശരിക്കും അങ്ങനെയല്ല, വീട്ടിലൊക്കെ വെളിച്ചം ഉണ്ടാവണം. എങ്ങനെയായാലും ആവശ്യമാണ്. കാരണം എന്തൊക്കെയാണ് ജീവികളാണ് ഉണ്ടാവുക, അത് നിലത്ത് കൂടെ അഴയുണ്ടെങ്കിൽ നമുക്ക് കാണണ്ടേ. അപ്പോൾ ഇവിടെ ഇരുട്ടായി എന്ന് പറയാൻ എന്താ കാരണം? ഒട്ടത്തിൽ ലോകം ഇരുട്ടിലാണ്ടു. ലോകേ ഹതാലോകേ, ഹതാലോകേ ആകെ ഹനിക്കപ്പെട്ട പ്രകാശം. ഹതാന്ന് പറഞ്ഞാൽ ഹനിക്കപ്പെടാൻ, കൊല്ലുക എന്നൊക്കെയാണ് അർത്ഥം.
പ്രകാശം നമ്മുടെ അണ്ടർസ്റ്റുഡ് ഹതൗച്ചസ, തേജസ്സോടുകൂടി എല്ലാ തേജസ്സും മങ്ങി. അനർത്ഥം വരുമ്പോൾ ലോകത്തിൽ പല ദുർനിമിത്തങ്ങളും കാണും. ലോകപാല, പാലന്മാർ, അഷ്ടദിക്പാലന്മാർ, ഇന്ദ്രൻ, വൈശ്വാനരൻ, വരുണൻ, അഗ്നി, യമൻ, നിരുതി, ഇതൊക്കെയാണ് ലോകപാലന്മാർ. ദിക്കുകളുടെ ധ്വാന്തവ്യതികരം, അന്ധകാരം കണ്ടിട്ട്, അന്ധകാരവ്യാപ്തി, ധ്വാന്തവ്യതികരം, ഇരുട്ട് വ്യാപനത്തെ കണ്ടിട്ട്, വിശ്വസൃജേ, ബ്രഹ്മാവ്, ലോകത്തെ സൃഷ്ടിക്കുന്നവൻ, അതുകൊണ്ടാണ് ആ അർത്ഥം വന്നത്. വിശ്വസൃജേ, സൃജേ എന്നാണ്. വിശ്വസൃജേ, ബ്രഹ്മാവിനായിക്കൊണ്ട് നിവേദനം സമർപ്പിച്ചു. ലോകേ തേന ഹതാലോകെ, ആ ഗർഭത്താൽ, ദുഷ്ടനാണ്, ഷമ്മാരാണ് ഉണ്ടാവുമ്പോൾ ഒരാളല്ല, തന്നിമിത്തം ലോകം മുഴുവനെ അന്ധകാരം വ്യാപിച്ചിരിക്കണം. വല്ലാത്തൊരു അന്ധകാരം. എവിടെ നോക്കിയാലും സന്തോഷം എന്ന് പറയുന്നത് കണി കാണാൻ കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവാൻ പോണത്. അത്രയും ദുഷ്ടജനനമാണ്. അതിൻ്റെ അല്ലേ ഭഗവാന്റെ ജനനത്തിന് മുമ്പേ എത്ര നല്ല നല്ല ലക്ഷണങ്ങൾ കാണും. പക്ഷികൾ രാത്രിയും കൂടിയും കരയുക, എത്ര ശുഭലക്ഷണമാണ്. താമര വിരിയ. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്. തേന, ആ ഗർഭത്താൽ, ലോകേ ഹതാലോകെ, തേജസ്സില്ലാണ്ടായിട്ട് തീർന്ന്, തേജസ് നഷ്ടപ്പെട്ട് ലോകപാലന്മാർ, ലോകപാല വിശ്വസൃജേ നിവേദയൻ, ബ്രഹ്മാവിനോട് ബോധിപ്പിച്ചു. ധ്വാന്ത വ്യതികരം ദിശാം, ദിക്കുകളിൽ അന്ധകാരം വ്യാപിക്കുന്നത് കണ്ടിട്ട് എന്താ അവർ ബോധിപ്പിച്ചത്? തുടർന്ന് പറയണു. ദേവാ ഊചു, ലോകപാലന്മാർ ബ്രഹ്മാവേ എന്ന് വിളിച്ചുകൊണ്ട് പറയണം. തമ ഏതത് വിഭോ വേത്ത സംവിഘ്ന യദ്വയം വൃശം ന അവ്യക്തം ഭഗവത കാലേന അസ്പൃഷ്ടവത്മന, സ്പൃഷ്ടവത്മനയില്ല, അസ്പൃഷ്ട, കാലേന ദീർഘണ്ട് അവിടെ, കാലേന അസ്പൃഷ്ട വർത്മന. വിഭോ, ഏ ബ്രഹ്മദേവ, ഏതത്തമ, ഈ അന്ധകാരം, വേത്തം, അങ്ങ് കാണുന്നില്ലേ? അത്ര നല്ലൊരു ലക്ഷണമല്ലല്ലോ ഇത്. പകലും ഇരുട്ടാണ്. ഈ പകൽ ഇരുട്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല സാധാരണ പതിവില്ലല്ലോ. ഉള്ളവൻ ചിലപ്പോൾ ഉണ്ടാവുക മേഘം സൂര്യനെ മറയ്ക്കുക. കാളിദാസൻ തന്നെ പറയും, മേഘച്ഛന്നം ഹി ദുർദിന, മേഘം ആവരണം ചെയ്യപ്പെട്ട ദിവസം ദുർദിനം എന്നാണ് പറയപ്പെടുക. മഴക്കാലത്തോ ചോദിക്കും, മഴക്കാലത്ത് അത് ബാധകമല്ല എന്ന് പറയുന്നവരുണ്ട്. ആഗസ്റ്റൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഉള്ള ദിവസങ്ങൾക്കാണ് ഈ പഴഞ്ചൊല്ല് ബാധകം. മഴക്കാലത്ത് മേഘം മൂടി ദുർദിനം എന്ന് പറയാൻ പറ്റുമോ? കാലത്ത് മേഘം മൂടുകയാണ് വേണ്ടത്, അത് സത്ലക്ഷണമാണ്, മഴ വേണ്ടേ. പക്ഷെ അതാണ് കഴിഞ്ഞാൽ സൂര്യനെ കാണാത്ത ദിവസങ്ങൾ ദുർദിനമാണ്. സൂര്യനെ കാണണം എന്നാണ് എന്നും. അപ്പം ഇവിടെ അറിയുന്നുവല്ലോ, അന്ധകാരത്തെ അറിയുന്നുവല്ലോ. വയം വൃശം സംവിഘ്ന, ഞങ്ങൾ ഭയത്താൽ വിറയ്ക്കപ്പെട്ടിരിക്കുന്നു. വയം വൃശം, ഏറ്റവും വെരി എന്നുള്ള അർത്ഥം. വൃശം സംവിഘ്ന, ഭയമുള്ളവരായി. കാലേന, കാലം കൊണ്ട്. അസ്പൃഷ്ടവത്മന, കാണാത്ത മാർഗത്തോടു കൂടിയ ഭഗവാന് അറിയപ്പെടാത്തതൊന്നുമില്ലല്ലോ. അവ്യക്തം നഹി, ഞങ്ങൾക്കിതൊക്കെ അവ്യക്തമായിരിക്കാം. പക്ഷെ ആലോ സർവേശ്വര, ബ്രഹ്മാവിനെ വിളിക്കണം. ബ്രഹ്മാവീശ്വരനാണെന്ന് കരുതിയിട്ട് അങ്ങേക്ക് ഒന്നും അവ്യക്തമല്ല, എല്ലാം വ്യക്തമല്ലേ, എല്ലാം അറിയുന്നവനല്ലേ എന്ന് ചുരുക്കം. ഞങ്ങൾക്കാണെങ്കിൽ വളരെ ആശങ്ക പൂണ്ട് എന്താണ് നിശ്ചയില്ലാണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അതുകൊണ്ട് ഏതത് വിഭോ വേത്ത സംവിഘ്നായം ന അവ്യക്തം ഭഗവത, അങ്ങേക്കൊന്നും അറിയാത്തതായിട്ടില്ലല്ലോ. അസ്പൃഷ്ടവത്മന എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റാത്ത മാർഗം. ഈശ്വരന്മാരുടെ മാർഗം നമ്മുടെ മാർഗമല്ല. ഈശ്വരന്മാർ പോണത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും വാഹനങ്ങളിൽ ഇതാ പോണു, വിഷ്ണു ഇതാ. അപ്പോൾ അവരെങ്ങനെ പോവും? എവിടേക്ക് പോവും? ഏത് രീതിയിൽ ജീവിക്കും എന്നങ്ങനെയാണ്. പോക്ക് മാത്രമല്ല, അവരുടെ മാർഗങ്ങൾ, അവരുടെ കാര്യങ്ങൾ പൊതുവെ എല്ലാം മറ്റുള്ളവർക്ക് വ്യക്തമല്ല. അതുകൊണ്ട് ബ്രഹ്മദേവ, അവ്യക്തമായ മാർഗത്തോടു കൂടിയ അങ്ങ് ഈ ഇരുട്ട് കാണുന്നില്ലേ? എന്താണ് ഇവിടെ വരാൻ പോകുന്നത്?
ദേവദേവ ജഗദ്ധാതർലോകനാഥ ശിഖാമണേ പരേഷാം അപരേഷാം ത്വം ഭൂതാനാമസി ഭാവവി. ബ്രഹ്മാവിനെ ഒന്നങ്ങോട്ട് കീർത്തിക്കുകയാണ്. പണ്ടൊക്കെ ഈ വലിയ ആൾക്കാരുടെ മുമ്പ് പോയി അവരെ ഒന്ന് കീർത്തിക്കണം. രാജാവാവട്ടെ ദൈവമാവട്ടെ ഒക്കെ അങ്ങനെ ഒരു നിയമമാണത്. ദേവദേവ, ദേവന്മാരുടെ ദേവൻ ബ്രഹ്മാവ് ഈശ്വരനാണെന്ന് വിചാരിച്ചിട്ട് പറയണം. ജഗദ്ധാത, ലോകങ്ങളെ സൃഷ്ടിക്കുന്നവനെ. ലോകനാഥ ശിഖാമണേ, അതും വിശേഷണം. ലോകനാഥന്മാരുടെയും നാഥൻ. ശിഖാമണി നാഥൻ, ലോകനാഥൻ്റെയും ശിഖാമണി നാഥൻ, നാഥ. പരേഷാം, പണ്ടുണ്ടായിരുന്ന ഉത്കൃഷ്ടന്മാരും അപരേഷാം, ഇപ്പോഴുള്ളവർ. പണ്ടുള്ളവരല്ലാത്തവർ ഇപ്പോഴുള്ളവർ. ആയ ഭൂതാനാം, പ്രാണികളുടെ ഭാവവിത്ത്, അഭിപ്രായം അനുസരിച്ച് അഭിപ്രായം അറിയുന്നവനാണ് നിന്തിരുവടി. പണ്ടുള്ളവരുടെയും അപരേഷാം, ഇപ്പോൾ ഉള്ളവരുടെയും. പരേഷാം പണ്ട്, അപരേഷാം അല്ലാത്തവർ, ഇപ്പോൾ ഉള്ളവർ. അങ്ങെല്ലാം അറിയുന്നവനാണല്ലോ. അത് അവതാരിക. നമോ പിന്നെയും സ്തുതിക്കുകയാണ്. വിജ്ഞാനവീര്യായവായ മായേതമുപേക്ഷേ ഗൃഹീത ഗുണഭേദായ നമത്തെ അവ്യക്തയോനെ. അവ്യക്തമായിരിക്കുന്ന മാർഗത്തോട് വീണ്ടും ആവർത്തിക്കുകയാണ്. പറഞ്ഞത് തന്നെയാണ് പറയണത്. ഗൃഹീത ഗുണഭേദായ, ഗുണഭേദങ്ങളില്ലാത്തത്, സത്യരജതമോ ഗുണങ്ങൾക്ക് അപ്പുറത്ത് നിൽക്കുന്നത്. ശരിക്കും രജോ ഗുണിയാണ്. നമസ്തേ അവ്യക്തയോനെ. ത്വനന്യേന ഭാവേന ഭാവയന്തി ആത്മഭാവനം ആത്മനി പ്രോധഭുവനം പരം സദസദാത്മകം. ഇതൊക്കെ ഈശ്വരൻ്റെ വിശേഷണങ്ങളാണ് ബ്രഹ്മാവിന് ചേർത്തി ലോകപാലന്മാർ പറയണമെന്ന് മാത്രം. ആത്മനി, ആത്മാവിൽ. പ്രോതഭുവനം, കോർക്കപ്പെട്ടിരിക്കുന്ന ലോകം. ഈ ലോകം മുഴുവൻ ആത്മാവിൽ കോർക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഭഗവാനാകുന്ന ആത്മാവിൽ കേട്ടോ. തൻ്റെ നിശ്ചയത്തിനനുസരിച്ചാണ് ഇവിടെ ഒരൊറ്റ ചലനം പോലും നടക്കുന്നത്. എല്ലാ ചലനങ്ങളും നടക്കുന്നത്. ഒന്നുപോലും അല്ലാതെ നടക്കുന്നില്ല. അങ്ങനെയുള്ളതിനാണ് കോർക്കപ്പെട്ടിരിക്കുന്ന പ്രോതഭുവനം. പ്രേതയല്ല കേട്ടോ, പ്രേതഭുവനല്ല, പ്രോതഭുവനം. അതാണ് പുള്ളി കെട്ട് ദീർഘം എ എന്നാണോ ഓ എന്നാണോ എന്ന് നോക്കിയിട്ട് വേണം എപ്പോഴും. അങ്ങനെ 2-3 കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാലേ അല്ലെങ്കിൽ തെറ്റും. പ്രോതഭുവനം, ഇവിടെ പ്രോതഭുവനമാണ്, പ്രേതഭുവനല്ല. പ്രോതഭുവനം പരം സരസദാത്മകം. അങ്ങേക്ക് ഇച്ഛയ്ക്കനുസരിച്ചാണ് എല്ലാ ലോകവും പ്രവർത്തിക്കുന്നത്. ഒക്കെ ബ്രഹ്മാവിൻ്റെ സ്തുതി. തേഷാം സുഭക്കയോഗാനാഞ്ചിതശ്വാസേന്ദ്രിയാത്മനാലബ്ധ ന കുതച്ചിത് പരാഭവ. സുഭക്കയോഗാനാം എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ യോഗമനുഷ്ഠിക്കുന്നവർ, പക്വമതികളായിട്ടുള്ള യോഗാനുഷ്ഠാനികൾക്ക്. ജിതശ്വാസേന്ദ്രിയാത്മന, ശ്വാസത്തെ മറ്റും ജയിച്ച്. ലത്മയുഷ്മത്പ്രസാദാനാം, അങ്ങയെ പ്രസാദിപ്പിക്കുന്ന ബ്രഹ്മാവാണ് പരമമായ ഈശ്വരൻ എന്നാണ് ഇപ്പോൾ ഇവിടെ ലോകപാലന്മാർ കണക്കാക്കിയിരിക്കുന്നത്. പരമമായ ഈശ്വരൻ വിഷ്ണുവാണ് എങ്കിലും ഇവിടെ ഇപ്പോൾ അവർക്ക് അങ്ങനെയാണ് ബ്രഹ്മാവിനെ അങ്ങോട്ട് പ്രശംസിച്ചു. അപ്പോൾ അങ്ങയുടെ പ്രസാദം കൊണ്ട് തേഷാം കുതശ്ചിത് ന പരാഭവ, പരാജയം സംഭവിക്കില്ല. പരാജയം, അവമാനം, താഴ്മ. അതുകൊണ്ട് യോഗാനുഷ്ഠാനത്തോടു കൂടിയിട്ട് ഏതൊരാൾക്കാർ ബ്രഹ്മദേവ അങ്ങയെ ഭജിക്കുന്നുവോ അവർക്കൊരിക്കലും ജീവിതത്തിൽ പരാജയമില്ല. ചില ഭക്തന്മാർക്ക് അങ്ങനെ ഇവിടെ ഇപ്പോൾ ഒന്നങ്ങനെ ബ്രഹ്മാവിനെ തുതിക്കുകയാണ്. തേഷാം സുഭക്കയോഗാനാം, യോഗാനുഷ്ഠാനത്തിൽ കൂടിയിട്ട് അങ്ങയെ ഭജിക്കുന്നവർക്ക്. പിന്നെ അവരുടെ പ്രത്യേകത ശ്വാസത്തെ നിയന്ത്രിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ യോഗത്തിൻ്റെ ഭാഗങ്ങളാണ്. യോഗാധാരണ, ആസനം, ഇരിപ്പിനൊക്കെ പറയുന്നുണ്ടല്ലോ, അഷ്ടാംഗയോഗങ്ങൾ. അപ്പം അതിലാണ് ജിതശ്വാസേന്ദ്രിയാത്മന. യോഗാധാരണം, ധ്യാനം, സമാധി, പ്രാണായാമം, പ്രത്യാഹാരം, ഇതൊക്കെ ചേർന്നാണ് അഷ്ടാംഗയോഗം അല്ലെങ്കിൽ യോഗമാർഗം എന്ന് പറയണത്. ധാരണ, അതുപോലെ തന്നെ ആസനം, യമം, നിയമം, ഇതൊക്കെ ചേർന്നാണ് അഷ്ടാംഗ നിയമം. ആത്മനി പ്രോതഭുവനം പരം സരസദാത്മ തേഷാം സുപക്കയോഗാനാം ജിതശ്വാസേന്ദ്രിയാത്മനാം. അഷ്ടാംഗയോഗം അനുഷ്ഠിച്ച് ഈശ്വരഭജനം നടത്തുന്നവർക്ക് ലബ്ധ യുഷ്മത് പ്രസാദാന, അങ്ങയുടെ പ്രസാദം കിട്ടും. അവർക്കാവട്ടെ പരാജയം ലോകത്തിലില്ല. ഇപ്പോഴും വിഷയത്തിലേക്ക് കടന്നിട്ടില്ല. യസ്യ വാചാ പ്രജാ സർവാഗാവർത്തന്തേ വയന്ദ്രിത.
കരന്തി വലിമായത്താ തത്നയമുക്കാതെ എന്ന വീണ്ടും സ്തുതി. മഹാന്മാരുടെ മുമ്പിലേക്കൊക്കെ പോകുമ്പോൾ സ്തുതിക്കണം. പണ്ടത്തെ ഒരു സമ്പ്രദായമാണത്. ബ്രഹ്മദേവനാണല്ലോ, എന്തായാലും ത്രിമൂർത്തികളിൽ ഒരാളാണ്. യസ്യ വാച പ്രജാ സർവ, ഏതൊരാളുടെ വാക്കുകളാൽ പ്രജകൾ മുഴുവനും നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നുവോ. ഉപമേണ ഗാവ തന്തിയേവ യന്ത്രിത. തന്തി കയർ, പശുവിനെ മൂക്കയറിട്ട് നിയന്ത്രിക്കണം ഉടമസ്ഥൻ അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോകാണ്ടിരിക്കാൻ. വലിച്ചതിന് വേനിക്കുക, അപ്പോൾ അത് എവിടേക്ക് അനങ്ങാണ്ട് നിൽക്കും. അതുപോലെ ഈ ലോകത്തിനെ മൂക്കയറിട്ട് നിയന്ത്രിച്ചിരിക്കുകയാണ്, പശുക്കളെ നിയന്ത്രിച്ച പോലെ സർവേശ്വര അവിടുന്ന്. ഹരന്തി ബലമായത്ത തത്മേ മുഖ്യായ തേ നമ. എല്ലാവരും ബലിയെ സമർപ്പിക്കുന്നത് ആർക്കോ അങ്ങനത്തെ അങ്ങേക്ക് നമസ്കാരം, ഒക്കെ സ്തുതിയാണ്. സത്വം വിദത്സ ശംഭൂമൻ തമസാലുപ്തകർമ്മണാം അഭദ്ര അദയയാ തിഷ്ട്യ ആപന്നാനാർഹസീക്ഷിതും. വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വാക്കുകൾ. അഭദ്രതയാ ദൃഷ്ട്യ ആപന്നാനർഹസീക്ഷിതും. ഭൂമൻ വിളിക്കണു. സത ആ നിന്തിരുവടി, തമസ അന്ധകാര നിമിത്തം, ലുബ്ധകർമ്മണാം ലോപിച്ചിരിക്കുന്ന കർമ്മത്തോടു കൂടിയായവർക്ക്, എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ അപാകതകൾ സംഭവിച്ചവർക്ക് സുഖത്തെ ചെയ്താലും ഈ ഇങ്ങനെയുള്ള അന്ധകാരം വ്യാപിച്ച ഈ കാലത്ത് ജീവിക്കേണ്ടി വന്ന ഞങ്ങളുടെ തന്നെ നിർഭാഗ്യമാണ്. അല്ലെങ്കിൽ നല്ല കാലത്ത് ജീവിച്ചാൽ പോരെ, ഇതെല്ലാ കാലത്തും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ ഞങ്ങളൊക്കെ എവിടേക്കോ ചില അബദ്ധങ്ങൾ ഞങ്ങൾക്ക് പറ്റിയതിൻ്റെയും ബലം ആവാം എന്നിവർ ഊഹിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ഈ കാലത്ത് ഞങ്ങൾ ജീവിക്കേണ്ടി വന്നത്. അപ്പോൾ ആർക്കെങ്കിലും എവിടെയെങ്കിലും തകരാറുകളോ കുറവോ പറ്റിയിട്ടുണ്ടെങ്കിൽ അങ്ങേ ശരണം പ്രാപിച്ചതുകൊണ്ട് ഞങ്ങളെ കടാക്ഷിക്കണമേ, ഈക്ഷിതും കടാക്ഷിക്കണമേ. ശം വിദത്സ്വ സമാധാനത്തെ ചെയ്യണമേ. തമസ ലുപ്തകർമ്മണാം വയം അങ്ങനെയുള്ളതായിട്ട് ഞങ്ങൾക്ക് ശം വിദത്സ്വ സമാധാനത്തെ ചെയ്യണമേ. ഇനി വിഷയത്തിലേക്ക് കിടക്കണം. ഏഷ ദേവദിതിർ ഗർഭ ഓജ കാശ്യപമർപ്പിതം. കാശ്യപനാൽ ദിതിയിൽ അർപ്പിക്കപ്പെട്ട ഗർഭം. ദിശത്തിമിരയൻ ദർവ വർത്തദഗ്നിരിവേദസി. എല്ലാ ദിക്കിലും ഭയങ്കരമായ ഒരു വിറകിൽ അഗ്നി എന്ന പോലെ. ഏതസി വിറക്, വർദ്ധസേ വർദ്ധിപ്പിക്കുന്നു. വിറകിൽ അഗ്നി അങ്ങോട്ട് തുടങ്ങിയാൽ മതി, പിന്നെ അങ്ങോട്ട് കാത്തിയാണ്ട് പിടിക്കും ഇല്ലേ. ഒരറ്റം തുടങ്ങിയാൽ മറ്റേ അറ്റം മുഴുവൻ വരെ കത്തുക, അത് അഗ്നിയുടെ സ്വഭാവമാണ്. അതേപോലെയാണ് ഇവിടെ ഈ അന്ധകാരവിധ ഒരു പുറത്തും തുടങ്ങി വ്യാപിച്ച് 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 ലോകം മുഴുവനെ ആവാൻ പോവുകയാണ്. കശ്യപനാൽ അർപ്പിക്കപ്പെട്ട ഈ വീര്യം, ദിതിയിൽ അർപ്പിക്കപ്പെട്ടതായിട്ടുള്ള വീര്യം ലോകം മുഴുവനും തമസ് പരത്തുന്നു. അഗ്നി പരക്കുന്നത് പോലെ ഇതാ വലിയ വിപത്ത് വരാൻ പോവുകയാണ്. ഏഷദേവ ദിതേർ ഗർഭ, ദിതിയുടെ ഗർഭം ആരാലർപ്പിക്കപ്പെട്ടു. ഓജക്കാശപമർപ്പിതം. ദിശത്തിമിരയൻ സർവ, ദിക്കുകളെ മുഴുവനും ഇരുട്ടിൽ മുക്കുന്നു, ഇരുട്ട് നിറയ്ക്കുന്നു, ഇരുട്ടിൽ അങ്ങോട്ട് മുക്കുക എന്ന് പറയുമല്ലോ, മറയ്ക്കുന്നു. വർദ്ധദഗ്നിരിവേദ സീ വിറകിൽ അഗ്നി എന്ന പോലെ. മൈത്രേയോവാചാത പ്രകൃത്യ മഹാഭാഗോ ഭഗവാൻ ശബ്ദഗോചര പ്രത്യാചഷ്ട ആത്മഭൂർ ദേവാൻ പീണൻ വിജിരയാഗിര. മഹാബാഹോ വിതുരനെ വിളിക്കുകയാണ്. ശബ്ദഗോചര ഭഗവാൻ, ശബ്ദസ്വരൂപൻ. അശബ്ദം എന്ന് പറഞ്ഞാൽ വേദം എന്നർത്ഥമുണ്ട്. ആ ബ്രഹ്മാവ് ആത്മഭൂ പ്രഹസ്യ ഒന്നങ്ങനെ പുഞ്ചിരിച്ചിട്ട് എന്തു ചെയ്തു? രുചിരയാഗിര മധുരമായ വാക്കിനാൽ ദേവാൻ പ്രീണൻ ദേവന്മാരെ സന്തോഷിപ്പിച്ച് പ്രത്യാചഷ്ട മറുപടി പറഞ്ഞു. ബ്രഹ്മാവ് പറഞ്ഞു ചുരുക്കം. അത് മൈത്രേയ വിതരനോട് പറയുകയാണ്. സപ്രഹസ്യ മഹാബാഹു പുഞ്ചിരിച്ചിട്ട് ഭഗവാൻ ശബ്ദഗോചര പ്രത്യാചഷ്ട ആത്മഭൂർ ബ്രഹ്മാവ്. ആത്മഭൂർ പ്രത്യാചഷ്ട, ആത്മാവ് പറഞ്ഞു, ബ്രഹ്മാവ് പറഞ്ഞു. പ്രത്യാചഷ്ട ആത്മഭൂർ പ്രത്യാചഷ്ട പ്രീണൻ രുചിരയാഗിര മധുരമായ വാക്കുകൾ. ബ്രഹ്മോവാച ബ്രഹ്മവാക്യം. മാനസാമേ സുധാവിഷ്മത് പൂർവജാസനഗാതയ ചേരുർവിഹായ സാ ലോകാൻ ലോകേഷു വിഗതസ്പൃഹ. സനകാദികളുടെ ശാപം കൊണ്ട് ജൈവിചേന്മാർ ഭൂമിയിലേക്ക് ശവിച്ച കഥ പറയുകയാണ്.
പതിച്ച കഥ. അവർ അസുരന്മാരായി ജനിക്കണമെങ്കിൽ കാരണം ഉണ്ടാവണ്ടേ? ആ കാരണമാണ് ഇവിടെ ദിതിക്ക് കശ്യപനോട് അങ്ങനെ ചോദിക്കാൻ തോന്നിയത്. സന്താനാഭ്യർത്ഥന സന്ധ്യയ്ക്ക് നടത്താൻ തോന്നിയതിനൊരു കാരണമുണ്ട്. ആ കഥയാണ് ഇവിടെ പറയണത്. മാനസ മേ സുധാ യുഷ്മത് പൂർവജ സനകാദയ. പൂർവജ സനകാദയ മേ സുധാ. പണ്ട് സനകാദികൾ എന്ന് പറയപ്പെടുന്ന എൻ്റെ 4 പുത്രന്മാർ, സനകൻ, സനന്ദൻ, സനാതനൻ, സനകുമാരൻ. സനകൻ, സനന്ദൻ, സനാതനൻ, സനകുമാരൻ, ഇവരെയാണ് സനകാദികൾ എന്ന് പറയുക. ഇത് ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരാണ്, മനസ്സുകൊണ്ട് സൃഷ്ടിച്ചവരാണ്. അവരോടാണ് വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞത്, നിരസിച്ചു. ആ സനകാദികൾ, സനകാദയ, പൂർവജ സനകാദയ മേ മാനസാ സുധ, എൻ്റെ മാനസപുത്രന്മാർ, ചേരുർ വിഹായസ ലോകാൻ ലോകേഷു ഗതസ്പൃഹ, ആകാശത്തിൽ കൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. വിഹായസ ലോകേഷു വിഗതസ്പൃഹ ചേരു. വിഹായസ ആകാശത്തിൽ ദിക്കുകളെ പ്രകാശിപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും ദുഃഖത്തെ അകറ്റിക്കൊണ്ട് അവരോട് വന്നാൽ അവിടെ സന്തോഷം, ശാന്തി, സമാധാനമേ ഉണ്ടാവുള്ളൂ. മഹാന്മാർക്ക് അങ്ങനെ ഒരു ശക്തിയുണ്ട്. ഏത് അശുഭവും ഏത് അമംഗളവും അവരുടെ വരവോടുകൂടി പൂർണ്ണമായിട്ട് അങ്ങോട്ട് മാറി അങ്ങോട്ട് നിൽക്കും. നീണ്ടു വരുമ്പോൾ ഇരുട്ടാണ് പോയില്ലേ, വലിയ പ്രയാസമുണ്ടോ പോകാൻ? ഇരുട്ടിനെ ആട്ടി ഓടിച്ച് അടിച്ചൂരി കളയൊന്നും വേണ്ട. വേണോ? ഇതാ വിളക്ക് വരുന്നുണ്ട്, നീ അങ്ങോട്ട് മാറി നിൽക്കുമെന്ന് പറയും വേണ്ട. വേണോ? വിളക്കാണ്ട് വന്നാൽ ഇരുട്ട് കടാന്നാണ് പോവുക, ഇത്ര വേഗം പോവുക. അതുപോലെ ഈ മഹാപുരുഷന്മാരുണ്ട്, വരണ്ട താമസമേ ഉള്ളൂ. അവരോട് പറയുക, അവർ തിരിച്ചെനിക്ക് ഒന്നും വേണ്ട, അതിൻ്റെ ഒന്നും താമസമൊന്നും അവിടെ ഇല്ല, വന്നാൽ തന്നെ മതി. അവിടെ അശുഭങ്ങളും അമംഗളങ്ങളും നീങ്ങിക്കിട്ടും. ഈ മഹാന്മാരിടയ്ക്ക് വീട്ടിൽ വരണം എന്ന് പറയണത്, സജ്ജനങ്ങളെ വീട്ടിൽ വരുത്തുക. അല്ലാത്ത വീട് മൂർഖം പാമ്പിൻ്റെ മാളമാണ് എന്ന് ഭഗവാൻ പൃഥുവായിട്ടുള്ള കഥയിലും പറയുന്നുണ്ട്. സനകാദികൾ വന്നപ്പോൾ തന്നെ പറയണത്. സനകാദികൾ പൃഥുവിൻ്റെ കൊട്ടാരത്തിൽ കയറി വന്നപ്പോൾ പറയുന്നുണ്ട്, ഏതൊരു വീടാണോ സജ്ജനങ്ങൾ വരാത്തത് അത് വ്യാലാലയത്രുമായി വൈ. വ്യാളൻ പാമ്പ്, ഉഗ്രപാമ്പിൻ്റെ വസിക്കണ സ്ഥലം അവിടെ എന്ന് വിചാരിക്കുക. സജ്ജനങ്ങൾ പാദസ്പർശം ചെയ്തിട്ടില്ലെങ്കിലേ. അപ്പോൾ അങ്ങനത്തെ ആളുകളാണ് ഇവിടെ യുഷ്മത് പൂർവജന്മാർ. ചേരു വികായസ ലോകാൻ ലോകേഷു വിഗതസ്പൃഹ, ലോകത്തെ ദുഃഖങ്ങളൊക്കെ ഇങ്ങനെ മാറ്റി 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 ഇവർ സഞ്ചരിച്ചു. തയേകഥാ ഭഗവതോ വൈകുണ്ഠസ്യാമലാത്മനായുർവൈകുണ്ഠ നിലയം സർവലോക നമസ്കൃതം. അവരൊരിക്കലും എവിടേക്ക് പോയി? ഭഗവതോ വൈകുണ്ഠസ്യാമലാത്മന, വൈകുണ്ഠ നിലയം ഏയു, ഗോവൈകുണ്ഠത്തിലേക്ക് പോയി. ഏയു എന്നാണ് ക്രിയ, പോയി. സ ഏകഥാ ഭഗവതോ വൈകുണ്ഠസ്യ അമലാത്മന, അമലാത്മാവായിരിക്കുന്ന ഭഗവാനുള്ളതുകൊണ്ട് തന്നെ വൈകുണ്ഠത്തിൻ്റെ പ്രാധാന്യം എത്രയാണ്. വേറെ എവിടെ ഇനി എന്താ ശരിയല്ലെങ്കിൽ ഭഗവാൻ പോരെ, ധാരാളം മതി. ഇപ്പം ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് എത്രയോ ശോഭിക്കുന്നതായ വൈകുണ്ഠസ്യ അമലാത്മന. പിന്നെയോ സർവലോക നമസ്കൃതം, സർവ്വലോകങ്ങളും വന്നിട്ട് എവിടെയാ ബ്രഹ്മാവും ശിവനും നമിക്കണത്? വൈകുണ്ഠത്തിൽ ഹരേ നാരായണ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനെ നമസ്കരിക്കണം. അപ്പം അത്തരത്തിലുള്ളതായ സർവ്വലോക നമസ്കൃതമായ വൈകുണ്ഠത്തിലേക്ക് സനകാദികൾ ചെന്ന് അവർക്ക് എവിടെ പോകാനും ഒരാളുടെ സമ്മതമോ ശീട്ടോ ഒന്നും വേണ്ടേ. കാരണം അവർ ഈശ്വര തുല്യന്മാരല്ലേ, ഭഗവാന്റെ അവതാരങ്ങളാണോ ശരിക്ക്. അത്രയേറെ മഹാത്മ്യമുള്ളവർക്ക് എവിടെ പോകാനും ആരുടെ സമ്മതമാണ് വേണ്ടത്? ആവശ്യമില്ല. അങ്ങനെ വൈകുണ്ഠ നിലയം സർവലോക നമസ്കൃതം, സർവലോക നമസ്കൃതമായിരിക്കുന്ന വൈകുണ്ഠത്തിലേക്ക് ഭഗവാനെ കാണാൻ ആർത്തിയോട് കൂടിയിട്ട് പോയി. വസന്തി എത്ര പുരുഷ സർവേ വൈകുണ്ഠമൂർത്തയാ ഏ നിമിത്തേന ധർമ്മേണ ആരാധയൻ ഹരി. ഞാൻ വൈകുണ്ഠത്തെ കുറച്ചാണ്ട് വർണ്ണിക്കുകയാണ് എല്ലാ ശ്ലോകങ്ങളും. ഇവിടുന്ന് അങ്ങോട്ടുള്ള ശ്ലോകം കുറേ. വൈകുണ്ഠം എന്നങ്ങോട്ട് പറഞ്ഞു പോകാൻ തോന്നിയില്ല എന്താ കർത്താവിന്. അതെങ്ങനെയാന്ന് പറയണ്ടേ? വിവരണമൊക്കെ എന്തിനാ? നമ്മുടെ മനസ്സിൽ അതിൻ്റെ ഒരു രൂപം ഉണ്ടാവാനാണ്. വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാവും ഒന്നും അറിയില്ല. എങ്ങനത്തെയാ വൈകുണ്ഠം? വസന്തി എത്ര പുരുഷ സർവേ വൈകുണ്ഠമൂർത്തയാ. വൈകുണ്ഠമൂർത്തി വിഷ്ണു. അവിടെ ഉള്ളവരൊക്കെ വിഷ്ണു സ്വരൂപികളാവും.
ഒക്കെ 4 കൈയും ശംഖും ചക്രവും മഞ്ഞപ്പട്ടും നീല നിറത്തിലുള്ളവരും ആവുത്രേ. വൈകുണ്ഠമൂർത്തയ ഭഗവത് സ്വരൂപത്തോടു കൂടിയിട്ടുള്ള അനവധി മോക്ഷം കിട്ടിയിട്ടുള്ള മഹാഭാഗ്യം ചെയ്ത ജീവന്മാരോട് കൂടിയതും അവിടെയൊക്കെ എത്തണച്ചാൽ എത്ര 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 ജന്മങ്ങൾ സൽക്കർമ്മങ്ങളും യോഗവും ഒക്കെ അനുഷ്ഠിക്കണം. കൽമഷം മനസ്സെന്നാട് നീങ്ങണം. സ്വാർത്ഥതയും ദോഷങ്ങളും ഇല്ലാത്ത മനസ്സായിട്ട് അങ്ങോട്ട് നിർമ്മലമാവണ്ടേ. അങ്ങനെ പ്രാണം തിരിച്ചാലേ അവിടേക്ക് എത്താൻ പറ്റും, അല്ലെങ്കിൽ ഒന്നും പറ്റില്ല. നേരത്തെ ടിക്കറ്റ് റിസർവ് ചെയ്യണം. വസന്തി എത്ര പുരുഷാ സർവേ വൈകുണ്ഠമൂർത്തയ ഏ അനിമിത്തനിമിത്തേന ഏ ഹരിയെ പൂജിച്ചുവോ. എത്രയോ കാലത്താൽ പൂജിച്ചിരിക്കണു. നമ്മൾ പറഞ്ഞതിനെ പറയണത് ധർമ്മത്താൽ ഹരിയെ പൂജിച്ചു. അനിമിത്തനിമിത്തേന നിമിത്തത്തോട് കൂടാതെ ഇരിക്കുന്നതായ ഒന്നുണ്ടല്ലേ ചെയ്യേണ്ടതാ. എന്തിനു വേണ്ടി ഭഗവാനെ ഭജിച്ചു? സ്വർണം കിട്ടാനല്ല, വീട് കിട്ടാനല്ല, കൃഷിക്ക് സ്ഥലം ഉണ്ടാവാനല്ല, ലോട്ടറി കിട്ടാനല്ല, നിധി കിട്ടാനല്ല, നല്ല ഒന്നിനുമല്ല. സാധിക്കുമോ നമുക്ക്? എത്ര 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 വഴിപാടുകളുടെ ലിസ്റ്റാണ് അമ്പലത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. തെറ്റാണതെന്നാണ് ഭാഗവതം വായിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുക. സന്താന സൂക്തം, അമ്മാ സൂക്തം, ഇത് ഇങ്ങനെയൊന്നും ഭജിക്കരുത് എന്നാണ്. അപ്പം നമ്മുടെ ഈ പരമ്പരയിൽ ചിലർ ചോദിക്കാറുണ്ട്, വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ഫലശ്രുതി എന്താ നിങ്ങൾ ചെല്ലാത്ത? ആദ്യം കുറച്ച് പറയുന്നുണ്ട് വിഷ്ണു സഹസ്രനാമം ചെല്ലിയാലുള്ള ഗുണം, അവസാനം പറയേണ്ട ചെല്ലിയാലുള്ള ഗുണം. രണ്ടും ചെല്ലിയാലുള്ള ഗുണം തന്നെ. ഒന്ന് ഭാവിയാണ്, ഒന്ന് കഴിഞ്ഞതാണെന്നേ ഉള്ളൂ. അത് വേണ്ട. ശരിക്ക് സഹസ്രനാമത്ത് പെട്ടതല്ല, അതുകൊണ്ട് തന്നെയാണ് ചെല്ലാത്തത്. ഫലം ഉണ്ടച്ചാൽ അത് എന്തായാലും കിട്ടില്ലേ? അത് കിട്ടും എന്ന് പറയണോ? ഊണ് കഴിച്ചാൽ വിശപ്പ് മാറും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഊണ് കഴിക്കലേ? ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഊണ് കഴിക്കണു, വിശപ്പ് മാറണു ഇല്ലേ? അതുപോലെ ഈ ഭഗവാന്റെ നാമം സഹസ്രനാമം ചോദിച്ചാലുള്ള ഗുണം, അത് ചെയ്താൽ ഇത് കിട്ടും, ആ സഹസ്രനാമം ചൊല്ലി എന്നത് കിട്ടുമെന്ന് പറയണോ? അപ്പോൾ അത് നമ്മളൊന്ന് സംഗതിവശാലും ഒന്ന് വ്യക്തമാക്കിയെന്നേ ഉള്ളൂ. അത് നമ്മുടെ നിമിത്തേന എങ്ങനെ മോക്ഷം കിട്ടുക? എന്താ മോക്ഷം എന്ന് പറഞ്ഞാൽ ഭഗവാനിൽ ഏതൊരു പ്രപഞ്ച കാര്യത്തെയും ആഗ്രഹിക്കാത്ത ഭക്തി വേണം. അതാണ് യഥാർത്ഥ ആത്മീയത്തിൻ്റെ. അങ്ങനെ ഭജിച്ചവരായ അനവധി വൈകുണ്ഠമൂർത്തികൾ ഈ വൈകുണ്ഠത്തിൽ വസിക്കുന്നു. ഇനി കുറേ ശ്ലോകങ്ങൾ വൈകുണ്ഠത്തെക്കുറിച്ചുള്ള വർണ്ണനയാണ്. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോതി യത്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.